എല്ലാ കൂട്ടുകാരും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ടിങ്കിൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് കൗണ്ട് കേറിയിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അവിടെ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. ബോട്ടിംഗ് ആണ് മെയിനായിട്ട് അവിടെയുള്ളത്. പിന്നെ ഒരു അക്വേറിയം ഉണ്ട്, അതൊക്കെ കാണാൻ പറ്റുന്നൊരു ഏരിയ കേട്ടോ. ഇതാണ് ആ ഒരു സ്ഥലം. നമ്മൾ പാർക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ പതുക്കെ അങ്ങോട്ട് നടക്കുവാണ്. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, അന്ന് മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. നമ്മൾ ആദ്യമേ പോയത് ടിക്കറ്റ് എടുക്കാനാണ്. ഓരോ ബോട്ടിങ്ങിനും സ്പെഷ്യൽ ടിക്കറ്റുകളുണ്ട്. നമുക്ക് 1 hour 2 hour നമുക്ക് വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ 1 hour സെലക്ട് ചെയ്തതിന് 50 euro ആയി. 2 adults + 3 kids ആണ്. അതിന് 50 euro ആയി. ഞങ്ങൾക്ക് 1 hour അവിടെ വെയിറ്റ് ചെയ്യണമായിരുന്നു ബോട്ടിങ്ങിന് വേണ്ടി. അപ്പം ഞങ്ങൾ ജസ്റ്റ് അതിലൂടെയൊക്കെ ഒന്ന് കറങ്ങി, അതിലൂടെയൊക്കെ നടക്കാനുള്ള ഒരു സ്പേസ് ഏരിയയൊക്കെ ഉണ്ട്. അതിലൂടെയൊക്കെ കുറച്ച് നടന്ന് പിള്ളേർക്കാണെങ്കിൽ ഓടിക്കളിക്കാനുള്ള ഒരു സ്പേസൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് കയറിയാലാണ് നടക്കാനുള്ള ഒരു ഏരിയ. അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ആ ഒരു ഏരിയയിലോട്ട് നോക്കിയാൽ വണ്ടികളും കാര്യങ്ങളൊന്നുമില്ല. അവിടെ പിള്ളേർക്ക് സമാധാനത്തിന് നടക്കാം. നമുക്കാണേലും തണുപ്പില്ലാത്തത് കൊണ്ട് തന്നെ നല്ലൊരു വെയിൽ വരുന്നതുകൊണ്ട് നടക്കാനായിട്ട് നല്ല സുഖമുണ്ടായിരുന്നു. അതിനുശേഷം അതിൻ്റെ ബാക്കിലായിട്ട് കുറേ സ്പേസ് ഉണ്ട്. അവിടെ നമുക്ക് ഇരിക്കാം. മെയിനായിട്ട് ഫുഡ് കഴിക്കാനുള്ളൊരു ഏരിയ ആണ്. അതിൻ്റെ അപ്പുറം കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയി ഷോപ്പ് ചെയ്യുന്ന എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടും. ഐസ്ക്രീം, കഫേ ഉണ്ട്, കോഫി, ടീ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിച്ച് അവിടെ നിന്ന് കഴിക്കാം. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശേഷം ഞങ്ങൾ ജസ്റ്റ് അതിലൂടെയൊക്കെ നടക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോഴത്തേനും ബോട്ടൊക്കെ വന്നു. ബോട്ടിൽ കയറി 25 തൊട്ട് 30 ആൾക്കാർ വരെ കൊള്ളുന്നൊരു ചെറിയ സ്പീഡ് ബോട്ടല്ല കേട്ടോ, ഒരു നോർമൽ ബോട്ടായിരുന്നു. ഞങ്ങൾ സ്പീഡ് ബോട്ട് സെലക്ട് ചെയ്തില്ല. പിള്ളേരെ കൊണ്ടൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ നോർമൽ ബോട്ടാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ പതുക്കെ യാത്ര തിരിക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. ഞങ്ങൾ ഓപ്പൺ ആയിട്ടുള്ള സ്പേസിൽ തന്നെ ഇരുന്നതാണ്. നന്നായിട്ടെല്ലാം കണ്ടു പോകാമെന്നുണ്ടെന്ന് ഓർത്തിട്ട് പുറത്തായിട്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലോട്ട് കവർ ചെയ്ത ഏരിയ ഉണ്ട്. വെയിൽ വേണ്ടാത്തവർക്ക് നമുക്ക് അങ്ങോട്ട് കയറിയിരിക്കാൻ പറ്റും. ഞങ്ങൾ പുറത്താണ് ഇരുന്നത്. പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം തന്നെ നമുക്ക് അതിനകത്തൊരു ഗൈഡുണ്ട്. ഒരു പുള്ളിക്കാരി എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഓരോ കെട്ടിടങ്ങളും അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും എന്താ, ഓരോ മലകൾ, ഓരോ കല്ലുകൾ ഉണ്ടാക്കിയിരിക്കുന്ന കെട്ടുകൾ, എല്ലാ ഹിസ്റ്ററികളും പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. കുറേ കാര്യങ്ങൾ അവരുടെ ഹിസ്റ്ററികളാകുമ്പോൾ അത്ര ക്ലിയർ ആയിട്ടൊന്നുമില്ല. എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ സ്പീഡ് ബോട്ടാണ് പോകുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്പേഴ്സ് കൂടുതൽ സ്പീഡ് ബോട്ടാണ് കൂടുതൽ ആൾക്കാർ സെലക്ട് ചെയ്യുന്നത്. സ്പീഡ് ബോട്ടാണ്. അതുകൊണ്ട് തന്നെ അത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാണാം. ഈ നോർമൽ ബോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടത് 1 2 3 ബോട്ട് എങ്ങാണ്ടേ ഉള്ളൂ. എല്ലാവരും തന്നെ സ്പീഡ് ബോട്ട് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അത് ഫിഷിങ്ങിനായിട്ട് പോകുന്ന ബോട്ടാണ് കാണുന്നത് കേട്ടോ. നല്ല സംവിധാനങ്ങളായിട്ടാണ് അവർ പോകുന്നത്. ഫിഷിങ്ങിനായിട്ട് കുറേ ബോട്ടുകളുണ്ട്. അതൊരു ബോട്ടാണ് ഈ കണ്ടത്. ഞങ്ങൾ 3-5 ബോട്ടുകൾ ഫിഷിങ്ങിനായിട്ട് തന്നെ കണ്ടു. ഇതും വേറെ ഒരു ഫിഷിംഗ് ബോട്ടാണ്. അങ്ങനെ നമ്മൾ വെള്ളത്തിലോട്ട് പോകുമ്പോഴുള്ള പാറകൾ കൊണ്ടുള്ള കെട്ടുകളാണ് കാണുന്നത്. ഇതിനൊക്കെ ഓരോ ഹിസ്റ്ററികളുണ്ട് കേട്ടോ. ഇതൊക്കെ അവർ വിശദമായിട്ട് പറഞ്ഞിരുന്നുണ്ട്. ഇതായിരുന്നു ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് തോന്നി. ഈ ഒരു മിഡിലിൽ എത്തുമ്പോൾ തൊട്ട് അങ്ങോട്ട് ഉള്ളിലോട്ട് പോകുന്നോടം വരെ വെറൈറ്റി ഓഫ് കെട്ടുകളാണ്, ക്ലിപ്സും കെട്ടുകളൊക്കെ ആയിട്ടുള്ള ഏരിയയാണ് കാണാനുള്ളത്. ഇത് വേറെ ടൈപ്പ് 2 പേര് തുഴയുന്ന ഒരു ബോട്ടാണ് കാണുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ ആ റോപ്പ് കൊണ്ടുള്ള ആ കെട്ടുകൾ. നല്ല രസമുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ അടുത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര മനോഹരമായിട്ട് തന്നെ തോന്നുന്നു. നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയായിരുന്നു.
പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ വെള്ളം ഇങ്ങനെ ഓളം തിരകളൊക്കെ കണ്ട് നല്ലപോലെ എൻജോയ് ചെയ്ത്, കുഞ്ഞു വെച്ചാണെങ്കിൽ അവനാണെങ്കിൽ നന്നായിട്ട് നോക്കിയിരിക്കുക. വെള്ളമൊക്കെ തിരകളുണ്ടായിരുന്നല്ലോ, അപ്പോൾ നന്നായിട്ട് അടുത്തുനിന്ന് കാണുമ്പോൾ നല്ല രസമായിരുന്നു. വേറെ ഒരു അതിനൊക്കെ ആദ്യം കണ്ടതിനെ കഴിഞ്ഞ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറൊരു കെട്ടാണ് ഈ കാണുന്നത്. വേറൊരു സ്പീഡ് ബോട്ടുകൾ കുറേ ഉണ്ട് കേട്ടോ. അടുത്ത കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ അടുത്ത ഒരു കെട്ടാണ്. ഇത് തന്നെയാണ് മെയിനായിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ കല്ലുകൾ കൊണ്ടുള്ള ഒരു ഹില്ല് പോലത്തെ ഒരു സംഭവമായിരുന്നു മെയിനായിട്ടുള്ളത്. കല്ലാണത്, ഫുള്ള് പാറ കൊണ്ടാണ് കണ്ടത്, പാറ കൊണ്ടാണത് ഉള്ളത്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് സൈഡിലും പാറകളാണ്. പക്ഷേ ഈ ബോട്ട് അതിൻ്റെ ഉള്ളിലോട്ട് അവർ കയറ്റി കേട്ടോ, നമുക്കത് അടുത്തുനിന്ന് കാണാനായിട്ട്. പിന്നെ ഈ വെള്ളത്തിനടിയിൽ വേരിയസ് ടൈപ്പ് ഓഫ് ഫിഷുകളും ഉണ്ട് കേട്ടോ. ജെല്ലി ഫിഷ്, അങ്ങനത്തെ പല ടൈപ്പ് ഓഫ് ഫിഷുകളുണ്ട്. അത് നമുക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിലോട്ട് അവർ കയറ്റിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ അടുത്തുനിന്ന് ആ പാറകൾ കണ്ടു. അതിനുശേഷം അത് അവിടുന്ന് തിരിച്ച് നമ്മൾ മുമ്പോട്ട് പോരുവാണ്. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു നമ്മൾ. ഇനിയിപ്പം തിരിച്ച് അങ്ങോട്ടും അരമണിക്കൂറുണ്ടല്ലോ, അങ്ങനെ ടോട്ടൽ 1 ഹവറാണ്. നമ്മൾ തിരിച്ച് അവിടുന്ന്, എനിക്ക് തോന്നുന്നു അവിടുന്ന് നമ്മളതൊക്കെ കണ്ട് തിരിച്ച് പോരുമ്പോഴും കാണുന്ന റോക്കുകൾ കൊണ്ടുള്ള മലകളൊക്കെയാണ് ഈ കാണുന്നത്. അതിനിടയ്ക്ക് നമ്മളിങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് ഒരു ഹെലികോപ്റ്റർ പോകുന്നത് കാണുന്നത്. നമ്മുടെ ബോട്ടിൻ്റെ തൊട്ടടുത്തൂടെ പോയ പോലെ കേട്ടോ നമുക്ക് തോന്നുന്നത്. പുറത്ത് ഓപ്പൺ ഏരിയ വരുന്നുണ്ട്, നന്നായിട്ട് കാണാൻ പറ്റി. ഇത് വേറൊരു ഫിഷിംഗ് ബോട്ടാണ്, ഉള്ളിലോട്ട് പോകുന്നതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളാണ്, പിടിച്ച് തിരിച്ച് വരുന്നതല്ല. നമ്മളതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം തിരിച്ച് കരയെത്താറായി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയുണ്ടായിരുന്നുള്ളൂ. നന്നായിട്ട് എൻജോയ് ചെയ്ത്, പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ബോട്ടിംഗ് ആയിരുന്നു. എല്ലാവരും പോയി വിസിറ്റ് ചെയ്യണം. അയർലൻഡിലുള്ള എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അഫോർഡബിൾ റേറ്റുമാണ്. എല്ലാവരും പോയി കണ്ട് വിസിറ്റ് ചെയ്യണം. ടാറ്റ ബൈ ബൈ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.